ഇന്നത്തെ ദിവസം വളരെ മനോഹരമായിട്ടുള്ളൊരു ദിവസമായിരുന്നു. ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ്. മുണ്ടത്തിക്കോട് രാജഗിരി CKC LP സ്കൂളിന്റെ പ്ലാറ്റിനം ജൂബിലിയും അധ്യാപക രക്ഷകർത്ത ദിനവുമായിരുന്നു ഇന്ന്. ഇന്നത്തെ ദിവസം അതുകൊണ്ട് തന്നെ കുട്ടികളുടെ മുഖത്ത് ഒരല്പം തിളക്കവും പ്രകാശവും ഒക്കെ കൂടുതലായിട്ട് വന്ന പോലെ തോന്നി. എല്ലാവരും നല്ല രീതിയിലൊന്ന് ഒരുങ്ങി മിനുങ്ങിയിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്ന് അവർ സ്കൂളിലേക്ക് വരുമ്പോൾ ഒറ്റയ്ക്കല്ല, അവരുടെ പാരൻസും ഗ്രാൻഡ് പാരൻസും എല്ലാവരും ഒരുമിച്ച് ചേർന്നാണ് ഇന്ന് സ്കൂളിലേക്ക് വന്നത്. കാരണം ഇന്ന് അവരുടെ ഒരുപാട് സ്പെഷ്യൽ പെർഫോമൻസുകളൊക്കെയുള്ള ഒരു അടിപൊളി ദിവസമാണ്. ഒരുപാട് കുഞ്ഞു കുരുന്നുകൾ അവരുടെ മികവുറ്റ പ്രകടനങ്ങളാണ് ഇന്നത്തെ ദിവസത്തിന് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ളത്. ഈ ഒരു ബാൻഡ് മേളം തന്നെ 1 മുതൽ 4 വരെയുള്ള കുഞ്ഞുമക്കൾ പഠിക്കുന്ന സ്കൂളിലെ അതിഥികളെ വരവേറ്റത് ഗംഭീരമായിട്ടുള്ള ഒരു ബാൻഡ് അകമ്പടിയോട് കൂടിയായിരുന്നു. കൃത്യതയോടുകൂടി അവർ ചെയ്ത അവരുടെ പ്രാക്ടീസും അവരുടെ സമയവും അവരുടെ ഭംഗിയും ഒക്കെ ആ കൃത്യമായിട്ടുള്ള അവതരണത്തിൽ നമുക്ക് കാണാൻ കഴിഞ്ഞു. ഒരുപാട് പേര് മക്കളുടെ പരിപാടികൾ കാണാനുള്ള ആ ഒരു പ്രതീക്ഷയോടെ, ആകാംക്ഷയോടെ, സന്തോഷത്തോടെ കാത്തിരിക്കുകയാണ്. ഈ വേദിയിൽ കാണുന്ന പൂക്കളൊക്കെ അവരുടെ മാതാപിതാക്കൾ തന്നെ സ്വന്തമായിട്ട് കൈകൊണ്ടുണ്ടാക്കിയതാണ്. വികാരി ജനറൽ റവർ ഫാദർ ജോസ് കോനിക്കര ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. വളരെ ഭക്തിപൂർവം നല്ല ദൈവീകമായിട്ടാണ് അന്നത്തെ ചടങ്ങുകളെല്ലാം പൂർത്തിയായത്. അങ്ങനെ ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഒരു ദിവസത്തിൻ്റെ ഭാഗമാകാൻ എനിക്കും സാധിച്ചു. നമ്മുടെ പ്രിയപ്പെട്ട ഹെഡ് മിസ്ട്രസ് റവർ സിസ്റ്റർ ജിൽസി സ്വാഗതം ആശംസിച്ചു. സ്റ്റാഫ് സെക്രട്ടറി സിസ്റ്റർ പ്രണവ റിപ്പോർട്ട് അവതരിപ്പിച്ചു. അതുപോലെ പ്രൊവിൻഷ്യൽ സുപ്പീരിയർ മരിയ പ്രൊവിൻസ് മദർ വെണ്മ കുട്ടികളുടെ കൂടെ മാതാപിതാക്കൾ എത്രത്തോളം സമയം ചെലവഴിക്കണം എന്നതിനെക്കുറിച്ചൊക്കെ കൃത്യമായിട്ട് മാതാപിതാക്കൾക്ക് പറഞ്ഞു കൊടുത്തു. പലപ്പോഴും മാതാപിതാക്കളുടെ അടുത്തേക്ക് മക്കൾ ഓടി വരുമ്പോൾ ഫോണിൻ്റെ തിരക്കുകൾ കാരണം പലപ്പോഴും നമ്മൾ കുട്ടികളെ പതിയൊക്കെ അവഗണിക്കാറാണ് ഇന്നത്തെ കാലത്ത് പതിവ്. ആ പതിവുകളൊക്കെ മാറ്റി മക്കളുടെ കൂടെ ഏറ്റവും സ്നേഹത്തോടു കൂടി ഇരിക്കണം. അതിനുള്ള മനോഹരമായിട്ടുള്ള ജീവിതത്തിലെ സമയങ്ങളാണ് ഇതെന്ന് പ്രിയപ്പെട്ട സിസ്റ്റർ മദർ വെണ്മ അവിടെയുള്ള എല്ലാ മാതാപിതാക്കളോടും വളരെ മനോഹരമായി സംസാരിച്ചു. അങ്ങനെ അവിടെ എത്തിയ ഓരോരുത്തരും സ്കൂളിൻ്റെ വളർച്ചയെപ്പറ്റിയും സ്കൂളിൻ്റെ അഭിമാനകരമായിട്ടുള്ള നേട്ടങ്ങളെ പറ്റിയും ഒക്കെ സംസാരിച്ചു. കുട്ടികൾക്ക് വേണ്ട ഏറ്റവും നല്ല നല്ല അറിവുകളൊക്കെ പങ്കുവച്ചു. അങ്ങനെ അറിവുകളൊക്കെ കേട്ടിരിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ മക്കളുടെ കലാപ്രകടനങ്ങൾ കാണാനുള്ളൊരു കാത്തിരിപ്പ് കൂടി ഉണ്ടായിരുന്നു കേട്ടോ. നന്നായി പഠിക്കുക എന്നതിനേക്കാൾ കൂടുതൽ നന്നായി ജീവിക്കുക, നല്ല മനുഷ്യനാവുക, നന്മയുള്ളവരായി ജീവിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ സ്വാഗതം കഴിഞ്ഞതിന് ശേഷം മനോഹരമായിട്ടുള്ളൊരു വെൽക്കം പെർഫോമൻസ് ആയിരുന്നു. 75 വർഷങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു നീണ്ട കാലയളവാണല്ലേ. ആ 75 വർഷങ്ങൾക്കുള്ളിൽ അവിടെ നിന്ന് പഠിച്ചു പോയവർ പല പല മേഖലകളിൽ അവരുടെ പ്രാവീണ്യമൊക്കെ തെളിയിച്ചിരിക്കുകയാണ്. അത് അച്ഛനായും വൈദികനായും സിസ്റ്റേഴ്സായും ഡോക്ടേഴ്സായും എഞ്ചിനീയേഴ്സായും അധ്യാപകരായും കർഷകരായും ഒക്കെ എല്ലാ മേഖലകളിലും മികവ് തെളിയിച്ച 75 വർഷങ്ങൾ. ഇപ്പോൾ ആ 75-ാം വർഷത്തിൽ ആ സ്കൂളിലേക്ക് പുതിയ ചരിത്രം സൃഷ്ടിക്കുന്ന പുതിയ കുരുന്നുകളുമായിട്ടുള്ള പുതിയ യാത്ര. ആ യാത്രയുടെ ഒരുപാട് വിശേഷങ്ങളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലുള്ളത്. ലിനു ലിറ്റിൽ ടോക്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ഇത് പിടിച്ചു. ഉള്ളതുകൊണ്ട് സംതൃപ്തരായി ജീവിക്കണം. ഏത് കാര്യത്തിനും എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് എന്നെ സമീപിക്കാം. പിന്നൊരു കാര്യം, എല്ലാവരും നിങ്ങളുടെ കുഞ്ഞുമക്കളെ ഇങ്ങോട്ട് പറഞ്ഞയക്കണം. ഞാനവരെ അക്ഷരം പഠിപ്പിക്കാം. അക്ഷരം അറിവാണ്. ഈശ്വരനെ കുറിച്ചുള്ള
പൂർണ്ണമായ അറിവ്. നാട്ടുകാർക്കിടയിലെ പ്രശ്നങ്ങളും തർക്കങ്ങളും പരിഹരിക്കുന്നതിൽ ഊക്കനച്ചൻ പ്രഗത്ഭനായിരുന്നു. പ്രപഞ്ചമാകുന്ന ഭൂസ്വത്തിന് എല്ലാവരും ഒരുപോലെ അവകാശികളാണ്. ദൈവത്തിനുമുമ്പിൽ നിങ്ങളെല്ലാവരും തുല്യരാണ്. പരസ്പരം സ്നേഹിക്കുക, ഒരിക്കലും കലഹിക്കരുത്. ദൈവം സ്നേഹമാകുന്നു. ദൈവം സ്നേഹമാകുന്നു. ദൈവഭയം ജ്ഞാനത്തിന്റെ ആരംഭം. അറിവ് കേവലം വിവരശേഖരണമല്ല, മറിച്ച് മനുഷ്യരെ അന്ധവിശ്വാസത്തിൽ നിന്നും പാപത്തിൽ നിന്നും മോചിപ്പിക്കാനുള്ള ഒന്നാണ്. സ്നേഹത്തിന്റെ കാര്യത്തിൽ നിങ്ങളെ ആരും പിന്നിലാക്കാതിരിക്കട്ടെ. നിങ്ങളുടെ മാതൃക യേശുവാണ്. ലക്ഷ്യം യേശുവായിരിക്കട്ടെ. സുവിശേഷ ചൈതന്യം പാവപ്പെട്ടവർക്ക് നൽകുക. സത്യവും നീതിയും ഊണും പാവുമായുള്ള ഒരു സമൂഹത്തിന്റെ രൂപപ്പെടുത്തലിന് തന്റെ ജീവനും ജീവിതവും ഒഴിഞ്ഞുവെച്ചു. 1951 മുണ്ടത്തിക്കോട് ക്രൈസ്റ്റ് കിങ് സ്കൂളിനെ രൂപപ്പെടുത്താൻ ഊക്കനച്ചന്റെ നേതൃത്വത്തിൽ ചാരിറ്റി സിസ്റ്റേഴ്സിന് സാധിച്ചു. ഇന്ന് 75ാം വാർഷികം ആഘോഷിക്കുമ്പോൾ പിന്നിട്ട നാളുകളിൽ ഊക്കനച്ചന്റെ അദൃശ്യ കരങ്ങൾ CKC സ്കൂളിന് അനുഭവവേദ്യമാകുന്നുണ്ട്. കലയും കലാസ്വാദനവും കൈമുതലാക്കിയ ഊക്കനച്ചനെ മനസ്സാ സ്മരിച്ചുകൊണ്ട് ഭക്തിയും സംഗീതവും നൃത്തവും സമഞ്ജസമായി സമ്മേളിപ്പിച്ച് നമ്മുടെ ഹൃദയങ്ങളെ ഭക്തി സാന്ദ്രമാക്കിക്കൊണ്ട് നമുക്ക് ഈശ്വര സന്നിധിയിൽ ഒന്നാകാം. നമുക്ക് അരങ്ങുണർത്താം. കാരിസ് 2K26. ചുവന്ന പാവാടയിട്ടൊരു സ്ട്രോബെറി